എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സൈഫി കോടതി നടപടികൾ ആശുപത്രിയിൽ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യനില എങ്ങനെയുണ്ട് ഷാരൂഖിൻ്റെ? എന്താണ് മറ്റു വാർത്തകൾ? പ്രതിയെ ഈ മാസം 20 വരെ റിമാൻഡ് ചെയ്തു. കോടതി നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഇവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും മടങ്ങി. ഇനി ആശുപത്രിയിലായിരിക്കും ഈ റിമാൻഡിൽ, അതായത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇവിടെ പ്രതി കഴിയുക. പ്രതി ഷാറൂഖ് സൈഫിയെ ഈ മാസം 20 വരെയാണ് കോഴിക്കോട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് SV മനീഷ് ഈ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:45 മജിസ്ട്രേറ്റ് മെഡിക്കൽ കോളേജിൽ എത്തിയത്. ഇന്നലെ ഫോറൻസിക് പരിശോധനയുടെ ഭാഗമായി നടത്തിയ രക്തസാമ്പിൾ പരിശോധനയിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു പ്രതി ഷാറൂഖ് സൈഫിക്ക്. അതേ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം അഡ്മിറ്റ് ആയിരുന്നു. കാരണം ഈ ആരോഗ്യാവസ്ഥ കാരണം പ്രതിയെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കുക ബുദ്ധിമുട്ടായിരുന്നു. അതേ തുടർന്ന് ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മജിസ്ട്രേറ്റിനെ ഈ വിവരങ്ങൾ ധരിപ്പിക്കുകയും തുടർന്ന് കോഴിക്കോട് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് SV മനീഷ് അദ്ദേഹം ഇന്ന് രാവിലെ 9:45 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുകയുമായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പഴയ അത്യാഹിത വിഭാഗം വാർഡിലൂടെ പ്രവേശിപ്പിച്ച മജിസ്ട്രേറ്റ് ഈ പ്രതിയുടെ മുറിയിലെത്തി 1.25 മണിക്കൂറോളം നേരം നീണ്ട് കോടതി നടപടികൾ പൂർത്തീകരിച്ച അദ്ദേഹം പിന്നീട് ഈ പ്രതിയെ 20 വരെ റിമാൻഡ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഈ പ്രതിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. എങ്കിലും പ്രതിക്ക് ചികിത്സ തുടരേണ്ടതുണ്ട്. കാരണം മഞ്ഞപ്പിത്തമുണ്ട്. ആ മഞ്ഞപ്പിത്തമുള്ള സാഹചര്യത്തിൽ പ്രതിക്ക് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സ തുടരേണ്ടതുണ്ട്. ഇക്കാര്യം കോടതി കമ്മീഷണറിൽ നിന്നടക്കം ചോദിച്ചറിഞ്ഞു. കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നത്. തുടർന്ന് ഈ പ്രതിയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് മജിസ്ട്രേറ്റ് ഈ കമ്മീഷണറോട് വിശദാംശങ്ങൾ ആരാഞ്ഞു. പിന്നീട് അദ്ദേഹം ഈ പ്രതിയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചുള്ള മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഉൾപ്പെടെ കാര്യങ്ങൾ കമ്മീഷണർ കോടതിയെ ധരിപ്പിച്ചു. അതിനുശേഷമാണ് ഈ പ്രതി ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ, അതായത് ഈ മാസം 20 വരെ റിമാൻഡ് ചെയ്തു. ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കും ഈ പ്രതി ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുക. ഈ നിമിഷം വരെ പ്രതി ഉണ്ടായിരുന്നത്, അതായത് ഇന്നലെ രാവിലെ 6 മണിക്കാണ് ഈ പ്രതി ഷാറൂഖ് സൈഫിയെ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്നും കോഴിക്കോട് മാലൂർകുന്ന് പോലീസ് ക്യാമ്പിലേക്ക് എത്തിച്ചിരുന്നത്. അതുമുതൽ, അതായത് രത്നഗിരിയിൽ നിന്നും ട്രാൻസിറ്റ് വാറന്റ് പ്രകാരം മഹാരാഷ്ട്ര ATS നിന്നും കേരള പോലീസ് ഏറ്റുവാങ്ങിയത് മുതൽ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരുന്നു. ഇനി പ്രതിയുള്ളത് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കും പ്രതി ഷാറൂഖ് സൈഫി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുക. അജി, തീർച്ചയായിട്ടും റിയാസ്, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെ ചോദ്യം ചെയ്യാൻ പോലീസ് നീക്കം നടത്തുമോ? പ്രത്യേകിച്ച് ഇപ്പോൾ റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോഴും അറിയണം എന്തിനു വേണ്ടിയാണ് ഈ ട്രെയിൻ കത്തിച്ചത് എന്ന്. ഷാരൂഖ് എന്തിനു വേണ്ടിയാണ് ഈ ട്രെയിൻ കത്തിച്ചത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ തീർച്ചയായും ചോദ്യം ചെയ്തേ മതിയാവൂ. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? അജി, നിയമപരമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഒരു പ്രതിയെ ചോദ്യം ചെയ്യാൻ പോലീസിന് സാധിക്കില്ല. പോലീസിന്റെ കസ്റ്റഡിയിൽ മാത്രമാണ് അത്തരം ചോദ്യം ചെയ്യലുകൾ നടക്കുക. ഇപ്പോൾ മജിസ്ട്രേറ്റ് വന്ന് പ്രതിയെ ഈ മാസം 20 വരെ റിമാൻഡ് ചെയ്തതോടുകൂടി ഇനിയിപ്പോൾ പ്രതിയുടെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ട് പ്രതി ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ അത്തരം നീക്കത്തിലേക്ക് പോലീസിന് നീങ്ങാൻ കഴിയുകയുള്ളൂ. അതിന്റെ ഒരു കാരണം, നിയമപരമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയെ ചോദ്യം ചെയ്യാനോ മറ്റ് മൊഴിയെടുക്കാനോ പോലീസിന് കോടതിയുടെ അനുമതിയില്ലാതെ സാധിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും പ്രതി ഷാറൂഖ് സൈഫിയുടെ ചികിത്സ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കനത്ത സുരക്ഷാ സന്നാഹത്തിൽ തുടരും. ഒപ്പം തന്നെ ഈ പ്രതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആകുന്ന മുറയ്ക്ക് തൊട്ടടുത്ത നിമിഷം തന്നെ കോടതിയെ സമീപിച്ച് പ്രൊഡക്ഷൻ വാറന്റ് നൽകിക്കൊണ്ട് ഇത്ര ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ച് കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അതിനുശേഷമായിരിക്കും ഇനിയുള്ള വിശദമായ ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ തെളിവെടുപ്പ്. പ്രത്യേകിച്ച് എലത്തൂരിൽ ഈ സംഭവം നടന്ന എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രതി
പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. ഈ സംഭവത്തിന് ആധാരമായ അക്രമം നടന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലെ D1 D2 കോച്ചുകൾ അതിപ്പോൾ സീൽ ചെയ്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ എത്തിച്ചും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട ആവശ്യം പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. അതെല്ലാം ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അസാധ്യമായ ഒരു കാര്യമാണ്. ഇനി പോലീസിന് മുൻപിലുള്ള ഏക പോംവഴി പ്രതി ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചികിത്സയിൽ തുടരുകയും അതിനുശേഷം പ്രതിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട്, അതായത് മഞ്ഞപ്പിത്തം ഉൾപ്പെടെ മാറിക്കൊണ്ട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷം പ്രതിയെ ഈ റിമാൻഡിൽ നിന്നും നേരെ കസ്റ്റഡിയിലേക്ക് വാങ്ങിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് പ്രൊഡക്ഷൻ വാറന്റ് കോടതിയിൽ സമർപ്പിക്കുക. എന്തായാലും അന്വേഷണ സംഘം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് പ്രതിയുടെ ആരോഗ്യനില പുരോഗതി പ്രാപിച്ച് പ്രതി ഡിസ്ചാർജ് ആകുന്ന അതേ നിമിഷത്തിൽ, അതേ മണിക്കൂറിൽ തന്നെ, പരമാവധി പറ്റുമെങ്കിൽ അതേ മണിക്കൂറിൽ തന്നെ കോടതിയെ സമീപിച്ച്, മജിസ്ട്രേറ്റിനെ സമീപിച്ച് പ്രൊഡക്ഷൻ വാറന്റ് നൽകി, പറ്റുമെങ്കിൽ അന്നേ ദിവസം തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങാനും അതിനുശേഷം തെളിവെടുപ്പടക്കമുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങാനുമാണ് അന്വേഷണ സംഘം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പ്രത്യേക അന്വേഷണ സംഘ തലവൻ ADGP MR അജിത് കുമാർ അടക്കമുള്ളവർ ഇത്തരത്തിലൊരു നീക്കമാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. അജി, ഈ എലത്തൂർ ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ട് റിയാസ്, ഇനി നമുക്ക് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിലപാട് എന്താണ്? കാരണം ഈ ഷാരൂഖ് ഇപ്പോൾ റിയാസ് ഇന്നലെ മുതൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്ത് കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ ബന്ധങ്ങളൊക്കെ തന്നെ ഉണ്ടതായി സംശയിക്കുന്നതൊക്കെ ഉണ്ട്. റിയാസ് ഇന്നലെ മുതൽ ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ആണ് ചോദിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിലപാട് എന്താണ്? ഈ ഷാരൂഖ് മാത്രമാണോ ഈ കേസിലെ പ്രതി, അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? അത്തരത്തിലേതെങ്കിലും നീക്കങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി ഈ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഏതെങ്കിലും നടത്തുന്നുണ്ടോ? അതായത് ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു കൃത്യത്തിന് പിറകിൽ പ്രതി ഷാറൂഖ് സൈഫി തനിച്ചല്ല കൃത്യം നടത്തിയത് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. പ്രധാനമായും അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം ഈ സംഭവത്തിൽ 4 പേരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒരാൾ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നൊരു നിഗമനം അന്വേഷണ സംഘത്തിനുണ്ട്. എന്നാൽ അയാൾ കേരളത്തിൽ നിന്ന് കടന്നു എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും അത് സംബന്ധിച്ച് രാജ്യവ്യാപകമായ ഒരു അന്വേഷണത്തെ ATSന്റെ പിന്തുണ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. ഒപ്പം തന്നെ NIA സദാ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. NIA ഇന്നലത്തെ ചോദ്യം ചെയ്യലിലെ വിശദാംശങ്ങളെല്ലാം തന്നെ, അതായത് ഇവിടെ മാലൂർ കുന്നിലെ പോലീസ് ക്യാമ്പിൽ വെച്ചും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ പ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചതിന്റെ ഇടവേളയിലുമെല്ലാം പോലീസ് ഈ പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു. അത്തരം ചോദ്യം ചെയ്യലുകളുടെ വിശദാംശങ്ങളെല്ലാം തന്നെ NIA ഇന്നലെ തന്നെ പോലീസിൽ നിന്നും തേടിയിരുന്നു. കാരണം ഇതിന്റെ തീവ്രവാദ സ്വഭാവം സംശയിക്കുന്ന ഒരു കേസാണ്. അത് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടിയും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും ഒരു തെളിവോ മൊഴിയോ പ്രതിയുടെ പക്കൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന കാര്യം സദാ NIA നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരമൊരു തെളിവ് ലഭിക്കുകയാണെങ്കിൽ NIA ഉടൻ തന്നെ കേസ് ഏറ്റെടുക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തുടർ നടപടികൾ, NIA കേസ് ഏറ്റെടുത്താൽ ഇതിന്റെ തുടർ നടപടികൾ നേരെ NIAയുടെ കൊച്ചി ബ്യൂറോ അന്വേഷണം ഏറ്റെടുക്കും. NIAയുടെ കൊച്ചിയിലുള്ള NIA കോടതിയിലേക്ക് ഇത്തരം കേസിന്റെ നടപടികൾ, അതായത് നേരെ കൊച്ചി കേന്ദ്രീകരിച്ച് ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. എങ്കിലും NIA ഇതുവരെയായി കേസ് ഏറ്റെടുത്തിട്ടില്ല. അതിന്റെ ഒരു പ്രധാന കാരണം ഈ കേസിലെ തീവ്രവാദ ബന്ധം സംശയിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആനുപാതികമായ ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു മൊഴിയോ ഈ ഒരു ഘട്ടം വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അതേസമയം മഹാരാഷ്ട്ര ATS ഈ പ്രതിയെ രത്നഗിരിയിൽ വെച്ച് പിടികൂടിയതിന് പിന്നാലെ ചോദ്യം ചെയ്തിരുന്നു. ആ സമയത്ത് പ്രതിയായ ഷാറൂഖ് സൈഫി മഹാരാഷ്ട്ര ATSന്റെ തലവൻ കൂടിയായിട്ടുള്ള DIG മഹേഷ് പാട്ടീലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിനിടെ താൻ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തതായും തനിക്ക് ഇക്കാര്യത്തിൽ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഇൻസ്ട്രക്ടറെ കുറിച്ചുള്ള ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ ഇന്നലെ മാലൂർ കുന്ന് ക്യാമ്പിൽ പ്രത്യേക അന്വേഷണവും നടത്തിയിരുന്നു. പക്ഷേ ആ ചോദ്യങ്ങളെല്ലാം തന്നെ നിസ്സഹകരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ഘടകവിരുദ്ധമായി പ്രതികരിക്കുന്ന ഒരു നിലപാടാണ് പ്രതി ഷാറൂഖ് സൈഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന. അത്തരം ഘടകവിരുദ്ധമായ ഒരു നിലപാട്, മൊഴിയിലെ വൈരുദ്ധ്യം, ഇതെല്ലാം തന്നെ അന്വേഷണ സംഘം എന്തായാലും വലിയ കാര്യമായി തന്നെ എടുത്തിട്ടുണ്ട്. ഇന്നലെ പ്രതി ഷാറൂഖ് സൈഫി നൽകിയ മൊഴി അന്വേഷണ സംഘം മുഖവിലേക്ക് എടുത്തിട്ടുമില്ല. അത് ഇനി വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ മറ്റു കാര്യങ്ങൾ വ്യക്തമാകൂ. അജി കുഞ്ഞുമോൻ, ഒരു കാര്യം കൂടെ, അതായത് ഈ മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ എത്തിയ സമയത്ത് ഈ ഷാരൂഖ് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനോട് ഈ പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയതിനെ സംബന്ധിച്ച് ഏതെങ്കിലും വിവരങ്ങൾ റിയാസ് ലഭ്യമായിട്ടുണ്ട്? പ്രത്യേകിച്ച് ഈ പ്രാഥമിക മൊഴിയൊക്കെ നമ്മൾ ഇന്നലെ മുതലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന